ഹായ് ഫ്രണ്ട്സ്, എസ്കേവേറ്റർ സ്കിൽസിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മൂവാക്സ് എസ്കേവേറ്ററിൽ എങ്ങനെ ഫിറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഈ മൂവാക്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷീറ്റ് പൈൽ ഡ്രൈവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു തരം മെഷീനാണ് മൂവാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെഷീൻ നമ്മൾ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്ത ഒരു മെഷീനാണ്. ഏകദേശം 1 കോടി രൂപയുടെ മേളിൽ ഈ മെഷീന് വില വരും. മെഷീന് മാത്രമായിട്ട് വില വരും. അപ്പോൾ ഇത് ഷീറ്റ് പൈൽ ഡ്രൈവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ്. ഷീറ്റ് പൈൽ ഡ്രൈവ് ചെയ്യാന്ന് വെച്ചാൽ ഷീറ്റ് പൈൽ എന്തിനാണ് ഡ്രൈവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇടിഞ്ഞു വരാൻ സാധ്യതയുള്ള സ്ഥലത്ത് നമ്മൾ എക്സ്കവേഷൻ ചെയ്യുമ്പോൾ ആ മണ്ണ് ഇടിഞ്ഞു വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ മതിൽ പോലെ ഷീറ്റ് അടിച്ചു കൊടുക്കുന്ന ഒരു മെഷീനാണ് ഇത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഈ ഷീറ്റ് അടിച്ചു കൊടുത്താൽ മണ്ണ് ഇടിഞ്ഞ് വീഴുമോ, വെള്ളം വരുന്ന സ്ഥലത്താണെങ്കിൽ വെള്ളം വരും, ഷീറ്റിൻ്റെ ഇടയ്ക്കിടെ വെള്ളം പുറത്തോട്ട് വരികയും ചെയ്യും. എന്നാൽ മണലൊന്നും ഒലിച്ചു വരാണ്ടിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു തരം മെഷീനാണ് ഈ ഷീറ്റ് പൈൽ ചെയ്യുന്ന മൂവാക്സ്. കേരളത്തിൽ വളരെ കുറച്ച് കമ്പനികൾക്ക് മാത്രമാണ് ഈ മൂവാക്സ് മെഷീനുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഫിറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് സാധാരണ ബ്രേക്കർ ഫിറ്റ് ചെയ്യുന്ന പോലെ 2 മെയിൻ ഹോസുകളുണ്ട്. ഒന്ന് മെയിൻ പ്രഷർ ഹോസും രണ്ടാമത്തേത് റിട്ടേൺ ടാങ്കിലേക്ക് പോകുന്ന ഹോസുമാണ് കേട്ടോ. അത് ഹൈഡ്രോളിക് ഓയിൽ ഒന്ന് പ്രഷർ ചെയ്ത ഓയിൽ റിട്ടേൺ ടാങ്കിലേക്ക് പോകാനുള്ള ഹോസുമാണുള്ളത്. പിന്നെ ഈ മെഷീനിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് ഒരു റിട്ടേൺ ഹോസും നമ്മൾ ടാങ്കിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. സാധാരണ ബ്രേക്കർ ലൈന് തന്നെയാണ് ഫിറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹൈഡ്രോളിക് പ്രഷറിന് മാത്രമേ ഈ സാധനം വർക്കാവത്തില്ല, ഈ മെഷീൻ വർക്കാവത്തില്ല കേട്ടോ. നമ്മൾ കറണ്ടിൻ്റെ സപ്ലൈ കൂടി കൊടുത്താൽ മാത്രമാണ് ഇത് വർക്കാവുള്ളൂ. അപ്പോൾ കറണ്ട് നമ്മൾ 24 വോൾട്ട് ബാറ്ററിയിൽ നിന്ന് കറണ്ട് കൊടുക്കുന്നുണ്ട്, മെഷീനിലേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്വിച്ചുകളാണ് വരുന്നത്. ഇത് കൺട്രോൾ ചെയ്യാനുള്ള ലിവറയിൽ 6 സ്വിച്ച് വരും. പിന്നെ കാലയിൽ ഒരു സ്വിച്ചും കൂടി വരും, ഒരു പെഡലും വരും. അങ്ങനെയാണ് ഇത് വർക്കാവുന്നത്. അപ്പോൾ ഇത് വർക്കാവുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പിന്നീട് കാണിക്കുന്നതാണ്. കാരണം ഈ വീഡിയോയ്ക്ക് ലെങ്ത് കൂടുതലായതുകൊണ്ട് നിങ്ങൾക്ക് ബോറടിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇത് വർക്കാവുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാത്തത് കേട്ടോ. ഇടയ്ക്ക് ഇതിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചില ഫംഗ്ഷനൊക്കെ വർക്കാക്കി കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അതിൽ നിന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇതെങ്ങനെയാണ് ഇത് വർക്കാവുന്നതെന്നുള്ളത് കേട്ടോ. ഇതിൻ്റെ അകത്ത് നമ്മൾ പ്രഷർ ലൈൻ 2 എണ്ണവും പിന്നെ അതായത് പ്രഷർ ലൈൻ ഒരെണ്ണം, അതായത് ഹൈഡ്രോളിക് പ്രഷർ കൊടുക്കുന്ന ഒരു ലൈനും പിന്നെ അത് റിട്ടേൺ ടാങ്കിലേക്ക് പോകുന്ന ലൈനും പിന്നെ ഇതിൻ്റെ മൂവാക്സിൽ നിന്ന് ടാങ്കിലേക്ക് പോകുന്ന വേറൊരു റിട്ടേൺ ഹോസും ഉണ്ട് ഇതിൻ്റെ അകത്ത് ഇപ്പം നിലവിൽ. അങ്ങനെ 3 ഹൈഡ്രോളിക് ഹോസും പിന്നെ വരുന്നത് ഇലക്ട്രിക്കലിൻ്റെ വയറുമാണ് വരുന്നത് കേട്ടോ. ഇത് ഫിറ്റിങ്ങിനുള്ളത്. അപ്പോൾ നമ്മൾ ഇത് നമ്മൾ ഹോസൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി അത് ആമുമായിട്ട് എങ്ങനെ പിടിപ്പിക്കാമെന്ന് നമുക്ക് നോക്കാം. ആമുമായിട്ട് പിടിപ്പിക്കുന്നത് നമ്മൾ സാധാരണ ആമിൻ്റെ അടിയിൽ നമ്മൾ കപ്ലിങ് കൊടുത്തിട്ടുണ്ട്. കപ്ലിങ് വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഫിറ്റ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് പിന്നിട്ടിട്ടില്ല. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇതിൻ്റെ ലൈനൊക്കെ എന്താ ആദ്യം കൊടുത്തതെന്ന്. അപ്പോൾ നമ്മൾ ഈ മൂവാക്സിൻ്റെ കോളർ തിരിഞ്ഞാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ കപ്ലിങ് കയറ്റാൻ പറ്റില്ല, പിന്നിടാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കോളർ നേരെയാക്കാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ ഈ ലൈനെല്ലാം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ലൈനൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് തിരിച്ചാൽ മാത്രമാണ് നമുക്ക് ബക്കറ്റ് കയറുള്ളൂ. ഇത് കാണാൻ പറ്റില്ല, സൈഡിലേക്ക് തിരിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഹോൾ നമുക്ക് കിട്ടുകയില്ല, നമ്മുടെ അതിൻ്റെ അകത്തോട്ട് കയറത്തുമില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ലൈനൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കയറ്റാൻ നോക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും, നമ്മളത് ലൈനൊക്കെ കൊടുത്തിട്ട് നമ്മളിത് കറക്കുന്നുണ്ട്, ഹോള് കറക്റ്റാക്കാൻ വേണ്ടി കറക്കുന്നുണ്ട്. അപ്പോൾ ആ ഓസ് ശരിയാക്കി പിടിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അത് ലോഡ് വന്ന ആ ഓസ് പൊട്ടിപ്പോകും. അതുകൊണ്ടാണ് ഓസ് ഇങ്ങനെ മാറ്റി വെക്കുന്നത്. അപ്പോൾ ഏകദേശം ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും അത് കറങ്ങുന്നുണ്ട്. അത് കറങ്ങി നേരെ ആക്കി കഴിഞ്ഞിട്ടാണ് നമുക്കതിൻ്റെ അത് കയറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിത് കറങ്ങി നേരെയാക്കി ഇതിൻ്റെ 2 പിന്നിടണം. 2 പിന്നിട്ടിട്ടാണ് നമ്മൾ ആമിൻ്റെ അകത്തിട്ട് ഫിറ്റാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. പിന്നെടുത്തുകൊണ്ട് വന്ന് നമുക്കത് ചെയ്യാൻ പറ്റും. അതിനു മുമ്പ് നമുക്കിതിൻ്റെ കോളർ കറക്റ്റായിട്ട് റെഡിയാക്കി മറ്റേ ആം കയറാൻ പാകത്തിന് സെറ്റ് ആക്കണം കേട്ടോ. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ആമിൻ്റെ അടിയിൽ കാണുന്നതാണ് കപ്ലിങ്. അതായത് നമുക്ക് ഈ ബ്രേക്കർ പെട്ടെന്ന് മാറ്റാൻ വേണ്ടി പിന്നെ ഊരേണ്ട കാര്യമില്ല, നമുക്ക് ഈ കപ്ലിങ്ങിൽ നിന്ന് ഊരിയെടുത്താൽ മതി. അപ്പോൾ അതിന് വേണ്ടി സമയം ലാഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കപ്ലിങ് ഉപയോഗിക്കുന്നത്. ഈ കപ്ലിങ്ങിൻ്റെ ഹൈഡ്രോളിക് പ്രഷർ കൊണ്ടാണ് ഈ കപ്ലിങ്ങും വർക്കാവുന്നത്. ഇതിൻ്റെ അകത്ത് ചെറിയൊരു ജാക്കി ഉണ്ട്. ആ ജാക്കിൽ പ്രഷർ കൊടുക്കുമ്പോൾ അത് അകത്തേട്ട് വലിയുകയും ലോക്ക് റിലീസ് ആവുകയും ചെയ്യും. ആ സ്വിച്ച് ഞെക്കി കഴിയുമ്പോൾ ഇത് അകത്തേട്ട് വലിയുന്നു.
അങ്ങനെ ലോക്ക് റിലീസ് ആവുകയും സ്വിച്ചിൽ നിന്ന് വിട്ട് കഴിയുമ്പോൾ ഇത് ടൈറ്റായി ഓട്ടോമാറ്റിക്കായി പുറത്തിട്ട് തള്ളി ടൈറ്റ് ആവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അത് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും കേട്ടോ നമുക്ക് അതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ അടിയിലത്തെ പിന്ന് ലൂസായതുകൊണ്ട് ഫ്രീ ആയിട്ട് അത് കയറിപ്പോയി. പക്ഷേ മുകളിലത്തെ പിന്നിടുമ്പോൾ കുറച്ച് ടൈറ്റാണ്. അപ്പോൾ ചിറ്റയെ കൊണ്ട് അടിക്കേണ്ടി വരും. അപ്പോൾ അത് ചിറ്റയെ കൊണ്ട് അടിച്ച് കയറ്റേണ്ടി വരും. അപ്പോൾ കുറച്ച് ടാസ്ക് ആയിരുന്നു അത്, ചിറ്റയെ കൊണ്ട് അടിച്ച് കയറ്റണ്ടേ. അപ്പോൾ നമുക്ക് ചിറ്റയെ കൊണ്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചിറ്റയെ കൊണ്ട് അടിച്ച് കയറുമെന്ന് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വലിയ ചിറ്റയൊക്കെ അടിക്കേണ്ടി വരും. അപ്പോൾ വലിയ ചിറ്റ എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കൂടെ ഉള്ളത് അജീഷേട്ടനും വിജീഷേട്ടനുമാണ്. അവർ രണ്ടുപേരും നമ്മുടെ കമ്പനിയിലെ മെക്കാനിക്കാണ്. പിന്നെ ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ അനുവേട്ടനുണ്ട്. അനുവേട്ടൻ നമ്മുടെ കമ്പനിയിലെ ഫോർമാനാണ് കേട്ടോ. അപ്പോൾ പിന്നെ അടിച്ച് പകുതി വരെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ തലയൊന്ന് ഫ്രീ ആയി അപ്പുറം തല വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ടൈറ്റാണ്. അപ്പോൾ നമ്മൾ വലിയ ഹാമറിന് അടിച്ചാൽ മാത്രമാണ് കയറുള്ളൂ. അപ്പോൾ വലിയ ഹാമറിന് ഞങ്ങൾ അടിച്ച് കയറ്റിയിട്ടോ. അപ്പോൾ വലിയ ഹാമറിന് അടിച്ചിട്ടും കയറാൻ വലിയ പാടായിരുന്നു. അപ്പം ഇനി ഒരു അടുത്ത വീഡിയോയിൽ ഞാൻ ഈ ഷീറ്റ് പെയിൽ എങ്ങനെ അടിക്കുന്നതെന്നുള്ളൊരു വീഡിയോ വ്യക്തമായിട്ട് കാണിക്കാം കേട്ടോ. ഇതിൻ്റെ ഫംഗ്ഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതെങ്ങനെ ഷീറ്റ് അടിക്കുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അടുത്ത വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോയിൽ വീഡിയോ ലെങ്ത്ത് കൂടുതലായതുകൊണ്ടാണ് നിങ്ങൾ ബേസിക്കായിട്ടൊരു ഇൻഫർമേഷൻ തന്നു എന്നുള്ളൂ. ഇതെങ്ങനെ ഫിറ്റ് ചെയ്യുന്നതെന്നുള്ളതും അതെങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ തന്നു എന്നുള്ളൂ കേട്ടോ. ഇതിങ്ങനെ എല്ലാവരും തരൂല. എല്ലാവരുടെയും കയ്യിൽ ഇതില്ല, മൂവാക്സ് ഇല്ല. കാരണം ഇതിന് അത്ര വിലയുണ്ട്. പിന്നെ അതല്ല ഇതിന് വർക്കും കുറവാണ് മൂവാക്സിന്. അപ്പോൾ അതുകൊണ്ട് ആരും മേടിക്കത്തില്ല. അപ്പോൾ നമുക്ക് ഇതിനുള്ള വർക്ക് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മേടിച്ചത്. നമ്മുടെ കമ്പനി ഇത് 3 എണ്ണം ഉണ്ട് കേട്ടോ. 3 മൂവാക്സ്, 2 മൂവാക്സും ഒരു സിംവാങ് എന്ന് പറഞ്ഞൊരു മെഷീനറി ഉണ്ട്. സിംവാങ്ങിൻ്റെ മെഷീനറിയുടെ വീഡിയോ ഒരെണ്ണം ഞാൻ ഇട്ടിട്ടുണ്ട്, നമ്മുടെ ചാനലുണ്ട്. അത് നിങ്ങൾക്ക് പോയി കാണാം കേട്ടോ, സിംവാങ് എന്താണെന്നുള്ളതിൻ്റെ. അപ്പോൾ നമ്മൾ ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്തു, നമുക്കൊരു ബോൾട്ട് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഇത് നന്നാക്കിയത് വർക്ക് ആവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഫിറ്റ് ചെയ്ത് ടെസ്റ്റ് അടിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ കമ്പിയൊക്കെ ഇട്ട് നോക്കുന്നത് കേട്ടോ. ഇത് റെഡി ആയില്ലെങ്കിൽ നമുക്ക് അയച്ചു വയ്ക്കണം. അയച്ച് പിന്നെ നമുക്ക് റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കമ്പിയൊക്കെ ഇട്ട് പിന്നിൻ്റെ ലോക്ക് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓസൊക്കെ പിടിച്ച് ടൈറ്റ് ചെയ്ത് വെക്കണം. ലൂസായി കഴിഞ്ഞാൽ ഈ സാധനം മെഷീൻ വർക്കാവുമ്പോൾ ചിലപ്പോൾ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് വലിച്ച് കയറ്റി ടൈറ്റാക്കി വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളത് കപ്ലിങ് ഇടാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ കപ്ലിങ്ങിൻ്റെ വർക്കിംഗ് ഇപ്പോൾ കാണാൻ പറ്റും കേട്ടോ. കപ്ലിങ് അതിൻ്റെ ലോക്ക് ടൈറ്റ് ആവുന്നതും ലൂസ് ആവുന്നതും കാണാൻ പറ്റുമേ. അപ്പോൾ മൂവാക്സിൻ്റെ സ്വിച്ച് എങ്ങനെയാണെന്നുള്ളതും ഞാൻ കാണിച്ചു തരാം ഈ വീഡിയോയിൽ. 6 സ്വിച്ചും ഉണ്ട്. പിന്നെ കാലിലൊരു പെഡലും ഉണ്ട് കേട്ടോ. ഇത് വർക്ക് ചെയ്യാനുള്ള വർക്ക് ചെയ്യാനുള്ള സ്വിച്ചുകളാണ് മൊത്തം. അതായത് കറണ്ട് സോളിനോഡിൽ ചെന്ന് കഴിയുമ്പോഴാണ് ഇത് വർക്കാവുന്നത് കേട്ടോ. നോക്കിക്കഴിഞ്ഞാൽ അറിയാതെ മേളിലേക്കും താഴത്തേട്ടും പൊങ്ങുന്നത് കാണാം കേട്ടോ. അതിൻ്റെ ലോക്ക്, കപ്ലിങ്ങിൻ്റെ ലോക്ക്. അപ്പോൾ നമ്മൾ കപ്ലിങ് ലോക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് വർക്കാവോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. മൂവാക്സ് ഏകദേശം ഫിറ്റിങ്സിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞേ. നമുക്കിത് ഫങ്ഷൻസൊക്കെ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. ആ വിടവിലാണ് ഇതിൻ്റെ സോളിനോയിഡും ഇതിൻ്റെ സ്വിച്ചിൻ്റെ കറണ്ടിൻ്റെ കണക്ഷനൊക്കെ അതിൻ്റെ അകത്താണ് കേട്ടോ വരുന്നത്. നമ്മുടെ ക്യാബിൻ്റെ അകത്തുനിന്ന് നമ്മൾ സ്വിച്ച് നീക്കി കഴിഞ്ഞാൽ ഇവിടെ തന്നെ ആ പച്ചയല്ല നീല നിർത്തി കാണുന്നതൊക്കെയാണ് സോളിനോഡ് കേട്ടോ. അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ഇതെങ്ങനെ ഇതിൻ്റെ ഫങ്ഷൻ എങ്ങനെ വർക്കാവുന്നതെന്ന് നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം.
ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയുന്നുണ്ട്, അത് ശ്രദ്ധിച്ച് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമ്മൾ പുറകെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ. നമ്മുടെ വീഡിയോ കാണുന്ന പലരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. കാരണം നമുക്ക് നമ്മുടെ വ്യൂവേഴ്സൊക്കെ ഉണ്ട്, കുറച്ചൊക്കെ വ്യൂവേഴ്സ് ഉണ്ട്. അവരൊക്കെ നമ്മുടെ കാണുന്ന ആൾക്കാരൊന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെയും വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനമാവും. അപ്പോൾ എല്ലാവരും ഞങ്ങൾ സഹായിക്കണം, ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഷെയറൊക്കെ ചെയ്ത് സഹായിക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് സ്വിച്ച് കണ്ടല്ലോ, ഇതാണ് ഞാൻ പറഞ്ഞ ആ കാലുള്ള പെടൽ. കയ്യിൽ 6 സ്വിച്ച് ഉണ്ട് കണ്ടോ, 3 സ്വിച്ച് വലുത് കയ്യിലും 3 സ്വിച്ച് ഇടത് കയ്യിലും ഉണ്ട്. ഈ സ്വിച്ചിലാണ് ഇത് വർക്ക് ആവുന്നത് കേട്ടോ.